ഈ വീഡിയോ ശരിക്കും റിലേസിൻ്റെ നമ്പേഴ്സ് എന്താണ് മെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ നമ്പേഴ്സ് വെച്ച് എങ്ങനെ റിലേ മനസ്സിലാക്കണം എന്നുള്ളൊരു ഒരു പാർട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ റിലേ നമുക്ക് പലതരം റിലേ ഉണ്ട്. ഞാൻ ഓൾറെഡി കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞാനതിൻ്റെ വേറൊരു നല്ലൊരു ക്ലാസിഫിക്കേഷൻ കണ്ടപ്പോൾ എടുത്ത് കാണിക്കുന്നുള്ളൂ. റിലേ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം: ഇലക്ട്രോമാഗ്നറ്റിക് ബേസ്ഡ്, പിന്നെ സ്റ്റാറ്റിക് ആൻഡ് മെക്കാനിക്കൽ. അപ്പോൾ മാഗ്നറ്റിക്കിൻ്റെ അകത്ത് തന്നെ ഡെഫിനിറ്റ് ടൈം റിലേസ് ഉണ്ട്, ഇൻവേഴ്സ് ടൈം റിലേസ് ഉണ്ട്. അതിനെപ്പറ്റി പറഞ്ഞല്ലോ. ഇൻവേഴ്സ് വിത്ത് ഡെഫിനിറ്റ് മീൻ ടൈം എന്നൊക്കെ പറയാം, IDMT എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇൻസ്റ്റൻറ്റേനിയസ് റിലേ, IDMT റിലേ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് സ്ട്രിപ്പ് ഉള്ളതുണ്ട്. പിന്നെ സ്റ്റെപ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ടൈപ്പുള്ള റിലേസ് ഉണ്ട്. പ്രോഗ്രാം സ്വിച്ചസ് ഉണ്ട്, വോൾട്ടേജ് റിസ്റ്റൈൻ, ഓവർ കറണ്ട് റിലേ, അങ്ങനെ പലതരമുണ്ട്. ഇതിന് ബേസ്ഡ് ഓൺ ലോജിക് ആണെങ്കിൽ ഡിഫറൻഷ്യൽ, അൺബാലൻസ്, ന്യൂട്രൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഡയറക്ഷണൽ, റെസ്ട്രിക്റ്റഡ് എർത്ത് ഫാൾട്ട് റിലേ, ഓവർ ഫ്ലക്സിങ്, ഡിസ്റ്റൻസ് സ്കീം, ബസ് ബാർ പ്രൊട്ടക്ഷൻ, അങ്ങനെ റിവേഴ്സ് പവർ റിലേ, ലോസ് ഓഫ് എക്സൈറ്റേഷൻ, അങ്ങനെ 10-11 ടൈപ്പോളം നെഗറ്റീവ് ഫേസ് സീക്വൻസ് റിലേ, അങ്ങനെ പല ടൈപ്പ് റിലേസ് ഉണ്ട്. പിന്നെ മെക്കാനിക്കലാണെങ്കിൽ തെർമൽ ട്രിപ്പിംഗ്, പിന്നെ ബുക്കോൾസ് റിലേ, അങ്ങനെ പല പ്രഷർ റിലീസ് വാൽവ്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. പ്രഷർ സ്വിച്ചസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പല ടൈപ്പ് റിലേസും അല്ലെങ്കിൽ അതിൻ്റെ പല പല വകഭേദങ്ങളാണ്. അപ്പം നമ്മളെല്ലാത്തിലും ഏതൊരു ഡ്രോയിങ് എടുത്താലും നമ്മളതിൽ കൂടുതലും കാണാൻ പോകുന്ന നമ്പേഴ്സായിട്ടായിരിക്കും. അപ്പോൾ നമ്പർ ഇട്ടൊരു സർക്കിൾ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു സ്കീമിലൊക്കെ. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിൻലി വരുന്നത് ടൈം ഡിലേ റിലേ ഉണ്ട്. അപ്പോൾ 2 ആണ് അതിൻ്റെ നമ്പർ. ഇൻ്റർലോക്കിംഗ് റിലേ 3 ആയിട്ട് വരാറുണ്ട്. ഡിസ്റ്റൻസ് റിലേ 21. സിങ്ക്രണൈസിങ് റിലേ, ഇപ്പോൾ DGയുടെ റിലേറ്റഡ് ആയിട്ടുള്ള സിങ്ക്രണൈസിങ്ങിനൊക്കെ 25. അണ്ടർ വോൾട്ടേജ് 27. അനൗൺസിയേറ്റർ റിലേ മീൻസ് അലാറം, ഫാൾസ് അലാറം ഒക്കെ അടിക്കാൻ വേണ്ടിയുള്ള 30. പിന്നെ ഡയറക്ഷണൽ പവർ റിലേ, റിവേഴ്സ് പവർ റിലേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേ ആണ്. നമ്മൾ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ, സോളാർ, അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഗ്രിഡ് സോളാറിലൊക്കെ ഈ റിലേ നിർബന്ധമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ബാക്ക് ഫീഡിങ് തടയാൻ വേണ്ടി. പിന്നെ ലോ ഫോർവേഡ് പവർ റിലേ ഉണ്ട്. ഫീൽഡ് ഫെയിലിയർ റിലേ, ലോസ് ഓഫ് എക്സൈറ്റേഷൻ റിലേ, അതൊക്കെ ജനറേറ്റിംഗ് സ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടാണ്. നെഗറ്റീവ് ഫേസ് സീക്വൻസ് റിലേ, അതായത് നമ്മൾ RYB എന്ന് കൊടുക്കുന്നതിന് പകരം തിരിഞ്ഞ് ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് സീക്വൻസ് ആണ് അത്. ആ ടൈമിൽ ട്രിപ്പ് ആവാനോ അല്ലെങ്കിൽ ആ മെക്കാനിസത്തിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള റിലേ ആണ്. പിന്നെ ട്രാൻസ്ഫോമർ തെർമൽ റിലേ 49. ഇൻസ്റ്റൻറ്റേനിയസ് ഓവർ കറണ്ട് റിലേ നേരത്തെ പറഞ്ഞത് 50. IDMT റിലേ 51 ആണ്. സർക്യൂട്ട് ബ്രേക്കേഴ്സ് ജനറലി 52 എന്ന് പറഞ്ഞിടും. 52A എന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സിലറി സ്വിച്ച്, സർക്യൂട്ട് ബ്രേക്കിൻ്റെ ഓക്സിലറി സ്വിച്ച് നോർമലി ഓപ്പൺ ആയിട്ടാണ്. NO കോണ്ടാക്റ്റ് ആണ്. 52B ആണെങ്കിൽ NC കോണ്ടാക്റ്റ് ആണ്. പിന്നെ പവർ ഫാക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സിന് അങ്ങനെയുള്ളതിനൊക്കെ 55ഉം. ഫീൽഡ് ആപ്ലിക്കേഷൻ റിലേ 56. ഓവർ വോൾട്ടേജ് റിലേ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുള്ളതാണ്. ഓവർ വോൾട്ടേജ് റിലേ 59ഉം. അണ്ടർ വോൾട്ടേജ് 27ഉം. ഓവർ വോൾട്ടേജ് 59ഉം. അത് ഓർത്ത് വെക്കേണ്ടി വരും. പിന്നെ വോൾട്ടേജ് ഒരു കറണ്ട് ബാലൻസ് റിലേ, എർത്ത് ഫാൾട്ട് റിലേ വരാറുണ്ട്. REF റിലേ എന്നും പറയാറുണ്ട്. 64 എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോർട്ടൻ്റ് നമ്പറാണ്. പിന്നെ ഡയറക്ഷണൽ റിലേ ഉണ്ട്, ലോക്കിംഗ് റിലേ, അലാറാം റിലേ, DC ഓവർ കറണ്ട് റിലേ, ഫേസ് ആംഗിൾ മെഷറിംഗ് ഓർ ഔട്ട് ഓഫ് സ്റ്റെപ്പ് റിലേ, രണ്ട് ഫേസുകൾ തമ്മിലുള്ള എന്തെങ്കിലും ഔട്ട് ഓഫ് ഫേസ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളത്. AC ഓട്ടോ റീക്ലോസ് റിലേ, മോണിറ്ററിങ് ലോസ് ഓഫ് DC, മറ്റേ DC ഓക്സിലറി സപ്ലൈ ഒക്കെ ഇല്ലാത്ത ആകുമ്പോൾ അറിയാൻ വേണ്ടിയുള്ളത്. ഫ്രീക്വൻസി റിലേ ഉണ്ട്, അണ്ടർ ഫ്രീക്വൻസി റിലേ, ഓവർ ഫ്രീക്വൻസി റിലേ ഉണ്ട്. ട്രാൻസ്ഫർ റിലേ, പൈലറ്റ് വയർ റിലേ, അത് ട്രാൻസ്മിഷൻ റിലേറ്റഡ്. ട്രിപ്പിംഗ് റിലേ 86, ഇത് മാസ്റ്റർ ട്രിപ്പ് റിലേ എന്നും വിളിക്കാറുണ്ട്. പല റിലേസിൻ്റെ കണക്ഷൻ അവസാനം ഇതിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അതിൽ ഏതിൻ്റെങ്കിലും റിലേ ട്രിപ്ഡായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് ഓവറോൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ട്രിപ്പിംഗ് ആക്ഷൻ നോക്കാറുണ്ട്. ഡിഫറൻഷ്യൽ റിലേ നേരത്തെ പറഞ്ഞിരുന്നു. ജനറേറ്ററിന് യൂസ് ചെയ്യുമ്പോൾ Gയും, ഓവറോൾ ഡിഫറൻഷ്യൽ റിലേ GT എന്നും, UAT ഡിഫറൻഷ്യൽ റിലേ U എന്ന് യൂസ് ചെയ്യാറുണ്ട്. റെസ്ട്രിക്റ്റഡ് വാൾട്ട് റിലേ 87 NT എന്ന് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ട്രിപ്പ് സർക്യൂട്ട് സൂപ്പർവിഷൻ 95ഉം. ഓവർ ഫ്ലക്സ് റിലേ 99. 186 ഓട്ടോ റീക്ലോസ് ലോക്കൗട്ട് റിലേ, അങ്ങനെ റീക്ലോസ് അതിന് Aയും Bയും ഉണ്ട്, NO NCയുടെ. അപ്പോൾ തർക്കല്ല, ഇതൊക്കെ അങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. കുറച്ച് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന അണ്ടർ വോൾട്ടേജ്, ഓവർ വോൾട്ടേജ് റിലേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്പേഴ്സ് ഓർത്ത് വയ്ക്കുക.
അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഡ്രോയിങ് കാണുമ്പോൾ ഓക്കെ ഇതാണ് സാധനം എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ അതിൻ്റെ ഫങ്ഷനിങ് കൂടുതലായിട്ടും നമ്മൾ മനസ്സിലാക്കി വെക്കണം, അത് ഇൻഡിവിജ്വലി മനസ്സിലാക്കി വെക്കണം. പക്ഷേ അറ്റ് എ ടൈം ഒരു സ്കീം വരയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഭയങ്കര ഡെപ്തിലേക്ക് പോകാൻ ആ ടൈമിൽ ആലോചിക്കരുത്. ഓക്കെ ഇതിന് ഇന്ന സാധനം വേണം എന്നുള്ള, ഓർ കറണ്ട് റിലേ ആണെങ്കിൽ അത് വേണം, അത് ഇതാണ് നമ്പർ എന്നങ്ങനെ ഓർത്ത് വെച്ചാൽ മതി.